അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 13/3/2026 സൂറത്തുൽ ഖദർ എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. അള്ളാഹുവിന് നോമ്പെടുക്കുകയും നിസ്കരിക്കുകയും പ്രാർത്ഥനകളിൽ മുഴുകുകയും ചെയ്ത വിശ്വാസികളെ, അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ അവൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലങ്ങൾ കൂടുതൽ സമ്പാദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അനർഘ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹം, അവൻ നമ്മിലേക്ക് ഇറക്കിത്തന്ന വിശുദ്ധമായ ഉപദേശങ്ങൾ, അത് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ഭക്തി നിർഭരമാകും. നാം അറിയാതെ അള്ളാഹുവിന് സ്തുതികൾ അർപ്പിച്ചു പോകും. അള്ളാഹു നമുക്ക് ഇറക്കിത്തന്ന വിശുദ്ധ ഗ്രന്ഥം ഫീ ലൈലത്തിൻ മുബാറക്ക, അനുഗ്രഹീതമായ രാത്രിയിലാണ് അതിനെ ഇറക്കിയിട്ടുള്ളത്. ആ രാത്രിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധികൾ തീരുമാനിക്കുന്നത്. നമ്മുടെ റിസ്ക്കും നമ്മുടെ ആയുസ്സുമൊക്കെ കണക്കാക്കുന്നത് അന്ന് തന്നെയാണ്. ഒരു വർഷം ഒരാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു തആല തിട്ടപ്പെടുത്തുന്നതും ആ രാത്രിയാണ്. അതാണ് ലൈലത്തുൽ ഖദർ. അല്ലാഹു ഈ നാമത്തിൽ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ ഇറക്കിയിട്ടുണ്ട്. ഈ ദിവസത്തിൻ്റെ, ഈ രാത്രിയുടെ മഹത്വം എത്രയാണ് എന്നറിയിക്കാൻ കൂടിയിട്ടാണത്. അത് ചെറിയ സൂറത്താണെങ്കിലും വളരെ അർത്ഥവത്തായ സൂറത്താണ്. രണ്ട് പ്രാധാന്യമേറിയ സൂറത്തുകൾക്കിടയിലാണ് അല്ലാഹു തആല സൂറത്തുൽ ഖദറിനെ ഇറക്കിയിട്ടുള്ളത്. ആദ്യത്തെ സൂറത്തുൽ അലഖ്, ഇഖ്റ എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിന്റെ ആദ്യാക്ഷരങ്ങളുടെ അരുളപ്പാടുകൾ പറഞ്ഞുകൊണ്ടുള്ള സൂറത്ത്. പിന്നെ അല്ലാഹു തആല തൊട്ടടുത്ത് സൂറത്തുൽ ബയ്യിന, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൻ്റെ മേലിലും അവൻ്റെ കുദറത്തിൻ്റെ മേലിലുമൊക്കെ അറിയിക്കുന്ന അടയാളങ്ങളും ലക്ഷ്യങ്ങളും പറഞ്ഞുകൊണ്ടുള്ള സൂറത്ത്. ഇതിൻ്റെ മധ്യത്തിലാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന ഈ സൂറത്ത് അല്ലാഹു തആല കൊണ്ടുവന്നിട്ടുള്ളത്. ഈ രാത്രിക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട്, മഹത്വം ഉണ്ട് എന്ന് അല്ലാഹു തആല ഇതിലൂടെ നമുക്ക് അറിയിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാനുഭാവൻ പറയുകയുണ്ടായി, നസല ഫീഹാ കിതാബുൻ ദൂ ഖദർ, ഈ രാത്രിയിലാണ് ഏറെ പദവിയുള്ള ഗ്രന്ഥം അല്ലാഹു തആല ഇറക്കിയത്. ബിവാസുത്തത്തി മലക്കിൻ ദീ ഖദർ, ഏറെ പദവിയുള്ള ഒരു മലക്ക് മുഖേനയാണത് ഇറക്കിയിട്ടുള്ളത്. അലാ നബിയിൻ ദീ ഖദർ, ഏറെ സ്ഥാനമുള്ള ഒരു പ്രവാചകന്റെ മേലിലാണ് അത് അല്ലാഹു തആല ഇറക്കിയിട്ടുള്ളത്. 3 പ്രാവശ്യം ഈ സൂറത്തിൽ അല്ലാഹു ഖദർ, ലൈലത്തുൽ ഖദർ എന്നത് ആവർത്തിക്കുന്നുണ്ട്. നാം അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണ് എന്ന് നിനക്ക് മനസ്സിലായോ? അതിൻ്റെ പ്രാധാന്യം നീ കണക്കാക്കിയതുപോലെ മാത്രമല്ല കേട്ടോ. അല്ലാഹു തന്നെ പറഞ്ഞു, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, അതിന് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ്. 1000 മാസങ്ങളോട് സമമാകുന്ന രാത്രി എന്നല്ല അല്ലാഹു തആല പറഞ്ഞു, അതിനേക്കാൾ പ്രാധാന്യമുള്ള, നമ്മുടെ കണക്കുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ര മഹത്വമുള്ള രാത്രി. ഒരു ആയുഷ്കാലം മുഴുവൻ നമ്മൾ ചെയ്താൽ ലഭിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ഒരൊറ്റ രാത്രിക്ക് അല്ലാഹു തആല നമുക്ക് നൽകും. നാം ആ രാത്രിയിൽ നിസ്കരിക്കുന്നവരുടെ നിരകളിലുണ്ടെങ്കിൽ നാം ഭാഗ്യവാന്മാരാണ്. പ്രാർത്ഥന നടത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മളുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. നന്മ ചെയ്യുന്നവർ, സദഖകൾ, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്.
റമദാനിലെ അവസാനത്തെ 10 നമ്മൾ വളരെ ഫലപ്രദമായി ഉപയോഗിക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റു ശദ്ദ മിഅ്സറ. റമദാനിലെ അവസാനത്തെ 10 ആയിക്കഴിഞ്ഞാൽ നബി തങ്ങൾ ഇബാദത്തിനു വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങും. വാഹിയ ലൈലഹു, രാത്രി അവിടുന്ന് ജീവിപ്പിക്കും. വഅയ്ഖദ അഹ്ലഹു, അവിടുത്തെ ഭാര്യമാരെയും മക്കളെയും ഒക്കെ ഇബാദത്തിനു വേണ്ടി വിളിച്ചുണർത്തും. വിശിഷ്യ ആ 10 ദിനങ്ങളിലെ ഒറ്റയിട്ട രാവുകളിൽ തിരുനബി പറഞ്ഞു, തഹറു ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിർ മിൻ റമദാൻ. റമദാനിലെ അവസാന 10 ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക. ആ രാത്രി നമ്മൾ പ്രതീക്ഷയോടുകൂടെ ഇരിക്കേണ്ടതല്ലേ? ആ രാത്രി നഷ്ടപ്പെട്ടാലോ? മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ. അന്നത്തെ നന്മ ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ എല്ലാ നന്മകളും നഷ്ടപ്പെട്ടവനായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്. എങ്ങനെ നമുക്ക് നന്മ നഷ്ടപ്പെടാതിരിക്കും? ആ രാത്രിയിൽ അള്ളാഹുവിൻ്റെ ബഹുമാന്യരായ മലക്കുകൾ വിണ്ണിലേക്ക് ഇറങ്ങി വരും. അവരുടെ നടുവിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടാകും. സംഘം സംഘമായി തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ വഇന്നൽ മലായികത തിൽക്കൽ ലൈലത്തി അക്സറു ഫിൽ അർളി മിൻ അദദിൽ ഹസ. ഭൂമിയിലുള്ള ചരൽക്കല്ലുകളെക്കാൾ, എണ്ണങ്ങളെക്കാൾ കൂടുതലാണ് അന്ന് ഇറങ്ങി വരുന്ന മലക്കുകളുടെ എണ്ണം. വിശ്വാസികളോട് അവർ സലാം പറയും. വിശ്വാസികൾ നടത്തുന്ന പ്രാർത്ഥനകൾക്ക് അവർ ആമീൻ ചൊല്ലും. ആ സംഘത്തിൽ നമ്മൾ പെട്ടുപോയാൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഹദീസിൽ കാണാം, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഒരാൾ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിന്ന് നിസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരും. എന്താണ് ആ രാത്രി നമ്മൾ ആവർത്തിച്ചു ചൊല്ലേണ്ടുന്ന ദുആ? നമ്മുടെ ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ തിരുദൂതരോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ലൈലത്തുൽ ഖദറാണ് എന്ന് എനിക്ക് മനസ്സിലായാൽ ഞാൻ ആ രാത്രിയിൽ കൂടുതൽ എന്താണ് ചെയ്യേണ്ടത്? അവിടുന്ന് പറഞ്ഞു, ഖൂലി, നീ പറഞ്ഞോ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനും മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനുമാണ്, എനിക്ക് നീ മാപ്പ് നൽകണമേ എന്ന് നീ കൂടുതൽ ചൊല്ലിക്കോ. സൂറത്തുൽ ഖദറിന്റെ സമാപനം സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അന്ന് ശാന്തിയുടെ, സമാധാനത്തിന്റെ രാത്രിയാണ്. അത് പ്രഭാതത്തോളം നീണ്ടു നിൽക്കുന്നത്. ശാന്തി, സമാധാനം എല്ലാവരും ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമാണ്. ഭൂമിയിൽ മുഴുവൻ അള്ളാഹുവിൻ്റെ സമാധാനം, ശാന്തി നിറയുന്ന അനുഗ്രഹീതമായ രാത്രി. അള്ളാഹു എങ്ങനെയാണ് അവൻ്റെ അടിമകൾക്ക് ശാന്തി സമാധാനം ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവൻ നമുക്ക് പറഞ്ഞു തരികയാണ്. എങ്കിലും ഈ ദിവസങ്ങളിലും സമയങ്ങളിലും അക്രമികൾ അവരുടെ വിധ്വംസക പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വയുഫ്സിദൂന ഫിൽ അർദ്, അവർ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നു. അള്ളാഹു അവരെ പറ്റിയല്ലേ പറഞ്ഞത്, കുല്ലമാ ഔഖദൂ നാറൻ ലിൽ ഹർബി അത്ഫഅഹല്ലാഹ് വയസ്ഊന ഫിൽ അർദി ഫസാദൻ വല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. അവർ യുദ്ധത്തിന്റെ അഗ്നിയാളങ്ങൾ കത്തിക്കുമ്പോഴൊക്കെ അള്ളാഹു തആല അത് കെടുത്തിക്കളയുന്നു. ഭൂമിയിൽ അവർ ഫസാദ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അത്തരം നശീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അവർക്ക് റബ്ബിൽ എന്ത് വിശ്വാസമാണുള്ളത്? അവർ നമ്മെ ഈ രൂപത്തിൽ അവർ ആക്രമിക്കുമ്പോൾ അവർക്ക് എന്ത് വിശ്വാസമാണുള്ളത്? അന്നത്തെ രാത്രി ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതം വരെ അത് തുടർന്നുകൊണ്ടിരിക്കും. നമുക്ക് സമാധാനിക്കാം, എന്തായാലും പ്രഭാതം പൊട്ടിവിടരും. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം കിട്ടുക തന്നെ ചെയ്യും. ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ. റബ്ബ് നമ്മുടെ ഈ രാജ്യത്തെ സംരക്ഷിക്കട്ടെ. എല്ലാ നന്മ കൊണ്ടും ഈ രാജ്യത്തെ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ.
നബി തങ്ങൾ പറഞ്ഞല്ലോ, സനാഉൽ മഅറൂഫി തഖി മസാരിഅ സൗ, നന്മകൾ ചെയ്യൽ അത് തിന്മകളാൽ ഉണ്ടാകുന്ന ആ വിപത്തുക്കളെ തടയുന്നതാണ് എന്ന്. നാം നമ്മുടെ നന്മയുടെ കൈകൾ ഇപ്പോഴും നീട്ടുക തന്നെയാണ്. അടുത്തവരിലേക്കും അകന്നവരിലേക്കുമൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായ സഹകരണങ്ങൾ അശരണർക്ക് എപ്പോഴും നമ്മൾ കൈത്താങ്ങാകുകയാണ്. നന്മ ചെയ്യൽ നമ്മുടെ മുഖമുദ്രയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് സുമു ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ആൽ നഹിയാൻ, അള്ളാഹു അവർക്ക് എല്ലാ സംരക്ഷണവും നൽകട്ടെ, ഉമ്മുൽ ഉമാറാത്തി ലിക്കഫാലത്തിൽ ഐത്താം എന്ന തലവാചകത്തിൽ അനാഥ സംരക്ഷണത്തിൻ്റെ ആ പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിനൊക്കെ ഭാഗവാക്കാകണം. വലിയ പ്രതിഫലം ഉള്ളതാണത്. ഈ നല്ല ദിനരാത്രങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടുന്ന വലിയ നന്മയാണത്. അതോടൊപ്പം തന്നെ റബ്ബിലേക്ക് കൂടുതൽ കൂടുതൽ വിനയം പ്രകടിപ്പിച്ച് ഉദ്ഉനി അസ്തജിബ് ലക്കും, പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥിക്കുക. അള്ളാഹു പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണ്. ആകാശഭൂമികളുടെ അധിപനായ റബ്ബെ, ഞങ്ങളുടെ ഇമാറാത്തിൽ നീ എല്ലാ സംരക്ഷണവും നൽകണമേ. ഭരണകർത്താക്കൾക്ക് നീ കാവലേകണമേ. ഈ മണ്ണിൽ താമസിക്കുന്ന ഏതൊരാൾക്കും നിന്റെ സംരക്ഷണം ഉണ്ടാകണമേ. ഈ നാടിൻ്റെ അർളും സമാവും കടലും കരയുമൊക്കെ നിന്റെ ഹിഫ്ദ് കൊണ്ട് നീ സംരക്ഷിക്കണമേ. റമദാനിലെ ലൈലത്തുൽ ഖദറിലെ എല്ലാ നന്മകളും ലഭിച്ചവരിൽ ഞങ്ങളെ നീ ചേർക്കണമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.